ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ ദേവസ്വം ബോർഡിന്റെ മാരത്തോൺ വീഡിയോസ് ആണ് ചെയ്യുന്നത്. സ്പെഷ്യൽ ടോപ്പിക് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. അതെല്ലാവരും നല്ല രീതിയിൽ തന്നെ സ്വീകരിച്ചതിൽ സന്തോഷം. അപ്പോൾ അതിന്റെ രണ്ടാമത്തെ ഒരു ഭാഗമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ നിന്ന് നമുക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത് രൂപീകൃതമായത് 1949 ജൂലൈയിലാണ്. 1949 ജൂലൈയിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായത്. എന്നാൽ 1950 മുതലാണ് പ്രവർത്തനം ആരംഭിച്ചത്. എപ്പോഴാണ്? 1950 മുതൽ പ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ 1949 ജൂലൈയിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം ചോദിച്ചാൽ തിരുവനന്തപുരത്തുള്ള നന്ദൻകോടാണ്. എവിടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം? നന്ദൻകോട്, തിരുവനന്തപുരം ജില്ല. അപ്പൊ നന്ദൻകോടാണ് എന്ന് മനസ്സിലാക്കുക. ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആകെ ക്ഷേത്രങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 1248 ക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുണ്ട്. 1248 ക്ഷേത്രങ്ങളാണുള്ളത്. ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 21 ഗ്രൂപ്പുകൾ. 20 ഗ്രൂപ്പുകൾ താഴെയും ഒരു ഗ്രൂപ്പ് ശബരിമലയുമാണ്. ഒരു ഗ്രൂപ്പ് ശബരിമലയെ പ്രത്യേക ഗ്രൂപ്പായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അങ്ങനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ആകെ 21 ഗ്രൂപ്പുകളാണ്. ഓക്കെ, മനസ്സിലാക്കുക. ഇനി ദേവസ്വം ബോർഡിലുള്ള മേജർ ക്ഷേത്രങ്ങൾ 224 എണ്ണമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മേജർ ക്ഷേത്രങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 224. ആകെ 1248 ക്ഷേത്രങ്ങൾ. അതിൽ മേജർ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് 224 ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ആരായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭനാണ്. 1949 ജൂലൈ മാസത്തിൽ എന്ത് ചെയ്തു? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വന്നിട്ടുണ്ട്. ജൂലൈ മാസത്തിൽ. ഈ ജൂലൈ മാസത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വന്നപ്പോൾ ആദ്യത്തെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു. മദൻ മോഹൻ മാളവ്യ എന്നൊക്കെ അറിയപ്പെടുന്ന മന്നത്ത് പത്മനാഭനായിരുന്നു ആദ്യത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്. മനസ്സിലാക്കുക. 1950 ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് പ്രകാരം രൂപീകൃതമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, അതായത് 1949 ദേവസ്വം ബോർഡ് നിലവിൽ വന്നെന്ന് പറഞ്ഞു. എന്നാൽ പ്രവർത്തനം ആരംഭിച്ചത് 1950 പറഞ്ഞു. ആ സമയത്താണ് 1950 ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് വരുന്നത്. അത് പ്രകാരമാണ് ഈ ഒരു ബോർഡ് പിന്നീട് ചെറിയൊരു മാറ്റം വരുന്നത്. അങ്ങനെ വന്നപ്പോൾ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് PGN ഉണ്ണിത്താനാണ്. ആരാണ്? PGN ഉണ്ണിത്താൻ. ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കാലാവധി ചോദിച്ചാൽ 2 വർഷമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കാലാവധി 2 വർഷമാണ്. നിലവിലെ പ്രസിഡന്റ് ചോദിച്ചാൽ PS പ്രശാന്ത് ആണ്. PS പ്രശാന്ത് ആണ് പുതിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലവിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യത്തത് മന്നത്ത് പത്മനാഭൻ, 1950 PGN ഉണ്ണിത്താൻ, ഇപ്പോൾ ഇതാ നിലവിൽ PS പ്രശാന്ത്. ഓക്കെ, മറന്നുപോകാതെ പഠിച്ചു വെക്കുക. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത കൂടിയ ഒട്ടനവധി കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്തത് മലബാർ ദേവസ്വം ബോർഡാണ്. മലബാർ ദേവസ്വം ബോർഡ് രൂപീകൃതമായത് 2008 ഒക്ടോബർ 1-നാണ്. 2008 ഒക്ടോബർ 1-നാണ് മലബാർ ദേവസ്വം ബോർഡ് രൂപീകൃതമായത്. ആസ്ഥാനം കോഴിക്കോട്. നിലവിലെ പ്രസിഡന്റ് MR മുരളിയാണ്. നിലവിലെ മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് MR മുരളിയാണ് എന്ന് മനസ്സിലാക്കുക. MR മുരളി. അടുത്തത് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് വന്നാൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായത് 1956-ലാണ്. 1956 ഗുരുവായൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായി. ആസ്ഥാനം തൃശ്ശൂർ. നിലവിലെ ചെയർമാൻ ഡോക്ടർ VK വിജയനാണ് എന്ന് മനസ്സിലാക്കുക. ഇനി കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്ക് വന്നാൽ 1949 ജൂലൈ 1-നാണ് രൂപീകരണം. 1949 ജൂലൈ 1-ന് രൂപീകരണം. ആസ്ഥാനം തൃശ്ശൂർ. നിലവിലെ പ്രസിഡന്റ് K രവീന്ദ്രൻ ആണ് എന്ന് മനസ്സിലാക്കുക. ഇതാണ് കൊച്ചിൻ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട്. അടുത്തത് കൂടൽമാണിക്യം ദേവസ്വം ബോർഡാണ്. ഇത് തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് തൃശ്ശൂർ ജില്ലയിലാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഭരതനാണ്, അല്ലെങ്കിൽ സംഗമേശ്വരൻ എന്നറിയപ്പെടും. ഭരതൻ അല്ലെങ്കിൽ സംഗമേശ്വരൻ. ഈ ക്ഷേത്രം നിലവിൽ വരുന്നതിന് എപ്പോഴാണ് നമുക്ക് ഒരു പിടിയില്ല. കാരണം 5000 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ക്ഷേത്രത്തിന് 5000 വർഷത്തെ പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിലാണ്. എവിടെയാണ്? ഇരിഞ്ഞാലക്കുടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവതാ പ്രതിഷ്ഠകളില്ല എന്നത് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവതാ പ്രതിഷ്ഠകളില്ല എന്നത് ഈ ഒരു ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. നിലവിലെ ദേവസ്വം ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപിയാണ്. ആരാണ്? അഡ്വക്കേറ്റ് CK ഗോപിയാണ് നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് KDB, കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ്. നമ്മുടെ KDBയിലേക്ക് വന്നാൽ KDRBയുടെ വിശദാംശങ്ങൾ നോക്കാം. 2014 സംസ്ഥാന ഗവൺമെന്റ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഓർഡിനൻസ് വിജ്ഞാപനം ചെയ്യുകയും
അതായത് 2014 സംസ്ഥാന ഗവൺമെന്റ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഓർഡിനൻസ് വിജ്ഞാപനം ചെയ്തത്. ഓക്കെ, 2014. അങ്ങനെ ചെയർമാനെയും 5 അംഗങ്ങളെയും നിയമിച്ചുകൊണ്ട്, അതായത് 6 പേർ, ചെയർമാൻ ഉൾപ്പെടെ 6 പേരെ നിയമിച്ചുകൊണ്ട് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് രൂപീകരിക്കുകയും ചെയ്തു. ഓക്കെ, ചെയർമാനെയും 5 അംഗങ്ങളെയും നിയമിച്ചുകൊണ്ടാണ്. 2015 ഓർഡിനൻസ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആക്ടായി നിയമമാവുകയും ചെയ്തു. ഓർഡിനൻസ് 2015 ആക്ടായി മാറുകയും ചെയ്തു. എപ്പോൾ? 2015 എന്ന് മനസ്സിലാക്കുക. 2016 കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഭേദഗതി ആക്ട് പ്രകാരം 2016 ഒരു ഭേദഗതി വന്നു. എന്താണ്? കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഭേദഗതി ആക്ട്. ഇത് പ്രകാരം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അംഗസംഖ്യ 6 നിന്ന് 3 ചുരുക്കി. അതായത് ചെയർമാനും 2 അംഗങ്ങളും എന്ന രീതിയിലേക്ക് ഇത് മാറി. ഇതുവരെ 6 ആയിരുന്നു, ചെയർമാൻ ഉൾപ്പെടെ 6 പേരായിരുന്നത് എന്തായി? 3 ചുരുക്കി പുതിയ ബോർഡ് പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. ഓക്കെ, പുതിയ ബോർഡ് 2016 ഡിസംബർ 24 ചുമതലയേൽക്കുകയും ചെയ്തു. ഇനി ആരാണ് KDRBയുടെ ആദ്യത്തെ ചെയർമാൻ എന്ന് ചോദിച്ചാൽ പി ചന്ദ്രശേഖരനാണ്. KDRBയുടെ ആദ്യത്തെ ചെയർമാൻ പി ചന്ദ്രശേഖരനും നിലവിലെ ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസുമാണ് നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് പോകാം. ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആയി എന്ന് വിചാരിക്കുകയാണ്. അടുത്തത്, ക്ഷേത്രത്തിലെ ശ്രീകോവിൽ മനുഷ്യ ശരീരത്തിൽ ഏത് സ്ഥാനം വഹിക്കുന്നു? ശിരസിന്റെ സ്ഥാനമാണ് വഹിക്കുന്നത്. ക്ഷേത്രത്തിലെ ശ്രീകോവിൽ മനുഷ്യ ശരീരത്തിലെ ശിരസിന്റെ സ്ഥാനം വഹിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അതുപോലെ ക്ഷേത്രത്തിലെ അന്തരാളം മനുഷ്യ ശരീരത്തിൽ എന്ത് സ്ഥാനമാണുള്ളത്? മുഖമാണ്. ക്ഷേത്രത്തിലെ അന്തരാളം മനുഷ്യ ശരീരത്തിൽ മുഖം ആണ് എന്ന് ഓർക്കുക. അതുപോലെ ശ്രീകോവിലിലെ സ്തംഭങ്ങൾ മനുഷ്യ ശരീരത്തിൽ എന്ത് സ്ഥാനം വഹിക്കുന്നു എന്ന് ചോദിച്ചാൽ കണ്ണുകളുടെ സ്ഥാനമാണ് വഹിക്കുന്നത്. ശ്രീകോവിലിലെ സ്തംഭങ്ങൾ മനുഷ്യ ശരീരത്തിൽ കണ്ണുകളുടെ സ്ഥാനം വഹിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അടുത്തത്, അർദ്ധമണ്ഡപം മനുഷ്യ ശരീരത്തിൽ ഏത് സ്ഥാനമാണ്? അത് കഴുത്താണ്. അർദ്ധമണ്ഡപം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ കഴുത്തിന്റെ സ്ഥാനമാണ്, കഴുത്ത്. ഇനി മുഖമണ്ഡപം മനുഷ്യ ശരീരത്തിൽ ഏതിന്റെ സ്ഥാനം പ്രതിദാനം ചെയ്തു എന്ന് വെച്ചാൽ ഹൃദയമാണ്. മുഖമണ്ഡപം മനുഷ്യ ശരീരത്തിൽ ഏത് സ്ഥാനം പ്രതിദാനം ചെയ്യുന്നു? ഹൃദയമായിട്ട് പ്രതിദാനം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക. അടുത്ത, ധ്വജസ്തംഭം മനുഷ്യ ശരീരത്തിൽ ഏത് സ്ഥാനം വഹിക്കുന്നു എന്ന് ചോദിച്ചാൽ ലിംഗമാണ്. ധ്വജസ്തംഭം മനുഷ്യ ശരീരത്തിൽ ലിംഗത്തിന്റെ സ്ഥാനമാണ് വഹിക്കുന്നത്. അതുപോലെ ബലിപീഠം മനുഷ്യ ശരീരത്തിൽ ഏത് സ്ഥാനം വഹിക്കുന്നു എന്ന് ചോദിച്ചാൽ ഗുദമാണ്. ബലിപീഠം മനുഷ്യ ശരീരത്തിൽ ഗുദത്തിന്റെ സ്ഥാനമാണ് വഹിക്കുന്നത്. ഓക്കെ, ഇനി ക്ഷേത്രത്തിലെ പൂജയ്ക്ക് സാധാരണ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ചോദ്യങ്ങൾ വരുന്ന ഏരിയ തന്നെയാണ്. അതുകൊണ്ട് ശ്രീബലി സമയത്ത് ഉപയോഗിക്കുന്നത് വീക്കുചണ്ടയാണ്. ഉപയോഗിക്കുന്നു. പ്രസന്ന പൂജയ്ക്ക് ഉപയോഗിക്കുന്നത് മദ്ദളമാണ്. പ്രസന്ന പൂജയ്ക്ക് മദ്ദളം ഉപയോഗിക്കുന്നു. പഞ്ചവാദ്യത്തിന്റെ കൂടെ അല്ലെങ്കിൽ നവക പൂജയ്ക്കും ഏതാണ്? തിമില ഉപയോഗിക്കുന്നു. പഞ്ചവാദ്യത്തിന്റെ കൂടെയും നവക പൂജയ്ക്കും തിമില ഉപയോഗിക്കുന്നു. പള്ളി ഉണർത്തലിനും നിവേദ്യ പൂജയ്ക്കും ശംഖ് ഉപയോഗിക്കുന്നു. അഭിഷേക സമയത്ത് ചേങ്കില ഉപയോഗിക്കുന്നു. അതുപോലെ പഞ്ചവാദ്യത്തിന്റെ കൂടെ ഉപയോഗിക്കുന്നതാണ് ഇലത്താളം പഞ്ചവാദ്യത്തിന്റെ കൂടെ ഉപയോഗിക്കുന്നു. കളഭം ആടുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാണ് ഉരുട്ടുചണ്ട. പഞ്ചവാദ്യത്തിനാണ് അതിന്റെ കൂടെയാണ് ഇടക്ക ഉപയോഗിക്കുന്നത്. അതുപോലെ മരപ്പാണി എന്നിവ ഉത്സവ ബലിക്ക് ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അടുത്തത് പ്രധാനപ്പെട്ട ഒന്നാണ്, ഒരാണ്ടിൽ അതായത് ഒരു വർഷത്തിൽ തന്നെ ഒന്നിലധികം ഉത്സവമുള്ള ക്ഷേത്രങ്ങളാണ് ഹരിപ്പാട് തിരുനക്കര ക്ഷേത്രവും ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും തിരുനക്കര ക്ഷേത്രവും ഒരാണ്ടിൽ ഒന്നിലധികം ഉത്സവമുള്ള ക്ഷേത്രങ്ങളാണ്. ഓക്കെ, അടുത്തത് ക്ഷേത്രങ്ങളും പ്രധാന വഴിപാടുകളുമാണ് നമ്മൾ നോക്കുന്നത്. ചെന്തിട്ട ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് മംഗളകുരുതി. മംഗളകുരുതി നടക്കുന്നത് ചെന്തിട്ട ക്ഷേത്രത്തിലാണ്. അതുപോലെ പാൽക്കുളങ്ങര ക്ഷേത്രത്തിൽ പൂച്ചാർത്ത്. വെള്ളായണി ക്ഷേത്രത്തിൽ മധുപൂജ. ശ്രീവരാഹത്തിൽ ലക്ഷാർച്ചനയാണ് പ്രധാനം. കൊട്ടാരക്കര ഉണ്ണിയപ്പത്തിനാണ് പ്രധാനം. മുഖത്തലയിലാണെങ്കിൽ ത്രിമധുരത്തിനാണ് പ്രധാനം. കിളിരൂരിൽ അടയാണ് പ്രധാനം. തിരുവാർപ്പിൽ ഉഷപ്പായസമാണ് ഏറ്റവും പ്രധാനം. തിരുവല്ലയിൽ കഥകളിയാണ് ഏറ്റവും പ്രധാനം. ചേർത്തലയിൽ തടിയാണ് പ്രധാനം. അമ്പലപ്പുഴ നമുക്കറിയാം പാൽപ്പായസത്തിനാണ് പ്രധാനം. മൂകാംബികയിൽ കഷായമാണ് പ്രധാനം. ആറന്മുളയിൽ ആറന്മുളയൂട്ടും വള്ളസദ്യയുമാണ് വളരെ പ്രധാനമായി നിൽക്കുന്നത്. ചെട്ടിക്കുളങ്ങരയിൽ ചാന്താട്ടമാണ് ഏറ്റവും പ്രധാനം. അതുപോലെ കവിയൂരിൽ അവൽ നിവേദ്യം. വൈക്കത്ത് പ്രാതലും ഹരിപ്പാട് കാവടിയാട്ടവുമാണ്. ശബരിമലയിൽ നമുക്കറിയാം നെയ്യഭിഷേകമാണ് പ്രാധാന്യമെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അടുത്തത് ക്ഷേത്രവും പ്രാധാന്യവും നോക്കാം. തിരുവല്ലം ക്ഷേത്രത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ക്ഷേത്രപിണ്ഡം അല്ലെങ്കിൽ ബലികർമാദികൾക്കാണ് പ്രാധാന്യം. അതായത് തിരുവല്ലത്തെ പ്രധാനം എന്ന് പറയുന്നത് ക്ഷേത്രപിണ്ഡം അല്ലെങ്കിൽ ബലികർമാദികളാണ്. വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലും ബലികർമാദികൾ തന്നെയാണ് പ്രധാനം. ശർക്കര ദേവി ക്ഷേത്രത്തിൽ കാളിയൂട്ടാണ് പ്രധാനം.
ആറന്മുള, ആറന്മുളയല്ല ആറന്മുള എന്ന് തന്നെ വായിക്കുക. അവിടെ ഉത്രട്ടാതി വള്ളംകളിക്കാണ് പ്രാധാന്യം കൂടുതൽ. അമ്പലപ്പുഴ പോയാൽ ചെമ്പംകുളം വള്ളംകളിയാണ്, ചെമ്പക്കുളം വള്ളംകളി. തകഴിയിൽ എണ്ണയാണ് പ്രധാനം എന്ന് മനസ്സിലാക്കുക. ആലുവയിൽ ശിവരാത്രിയും ബലികർമാദികളും പ്രാധാന്യത്തോടെ ചെയ്യുന്നുണ്ട്. ചെട്ടിക്കുളങ്ങരയിൽ കെട്ടുകാഴ്ചയാണ് ഏറ്റവും പ്രാധാന്യമുള്ള ഒന്ന്. ഏറ്റുമാനൂരിൽ നമുക്കറിയാം 7.5 പൊന്നാന, 7.5 കിലോ തൂക്കം. ചെങ്ങന്നൂരിൽ തൃപ്പൂത്ത്, എളങ്കാവിൽ ആറ്റുവേല, ശബരിമലയിൽ മകരവിളക്ക് എന്നിവയാണ് വളരെ പ്രാധാന്യത്തോടെ നടത്തുന്ന ഉത്സവങ്ങൾ എന്ന് മനസ്സിലാക്കുക. അടുത്തത് ഒരു മഹാക്ഷേത്രത്തിലെ അറിഞ്ഞിരിക്കേണ്ട പ്രധാന പൂജകൾ നമുക്ക് നോക്കാം. ഒന്ന് ഉഷപൂജയാണ്. പ്രഭാത കാലത്ത് നടത്തുന്ന പൂജയാണ് ഉഷപൂജ. അതായത് പ്രഭാത കാലത്ത് നടത്തുന്ന പൂജ ഉഷപൂജയാണ്. രാവിലെ അഭിഷേകത്തിന് ശേഷമുള്ള പൂജയാണ് ഉഷപൂജ എന്ന് പറയുന്നത്. പിന്നെ എതിർത്ത പൂജ. ഓക്കെ, എതിർത്ത പൂജ എന്ന് പറയുന്നത് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നടത്തുന്ന പൂജയാണ്. അതായത് ഉഷപൂജ കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നടത്തുന്ന പൂജയാണ് എതിർത്ത പൂജ. ക്ഷേത്രങ്ങളിലെ രണ്ടാമത്തെ പൂജയാണ് എതിർത്ത പൂജ എന്നറിയപ്പെടുന്നത്. ക്ഷേത്രത്തിലെ രണ്ടാമത്തെ പൂജ. അടുത്തത് പന്തീരടി പൂജയുണ്ട്. നമ്മുടെ നിഴൽ 10 ചുവടെത്തുമ്പോൾ നടത്തുന്ന പൂജയാണ് പന്തീരടി പൂജ എന്ന് പറയുന്നത്. പിന്നെ ഉച്ചപൂജ 11 മണിക്കും 12 മണിക്കും മധ്യേ നടത്തുന്ന പൂജയാണ് ഉച്ചപൂജ. 11 മണിക്കും 12 മണിക്കും നടത്തുന്ന പൂജ. അത്താഴ പൂജ എന്ന് പറയുന്നത് രാത്രി 8 മണിക്ക് നടത്തേണ്ട പൂജയാണ് അത്താഴ പൂജ. രാത്രി 8 മണിക്കാണ് അത്താഴ പൂജ നടത്തുന്നത്. ഇതാണ് പ്രധാന പൂജകളൊന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത് പ്രദക്ഷിണ സംഖ്യകൾ നോക്കാം. ഏറ്റവും ഉത്തമമായ പ്രദക്ഷിണ സംഖ്യ എന്ന് പറയുന്നത് 21 ഏറ്റവും പ്രദക്ഷിണമായ അല്ലെങ്കിൽ ഏറ്റവും ഉത്തമമായ പ്രദക്ഷിണ സംഖ്യയാണ് 21. ഇനി ഗണപതിയുടെ പ്രദക്ഷിണ സംഖ്യ ചോദിച്ചാൽ 1. ഗണപതിയുടെ പ്രദക്ഷിണ സംഖ്യ 1. സൂര്യന് എത്ര പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കണം എന്ന് ചോദിച്ചാൽ 2. സൂര്യന് 2 പ്രാവശ്യം പ്രദക്ഷിണം. ശിവന് പ്രദക്ഷിണം ചെയ്യേണ്ട സംഖ്യ 3. ശിവന് 3 തവണ പ്രദക്ഷിണം ചെയ്യണം. വിഷ്ണുവിന്റെയും ദേവിയുടെയും പ്രദക്ഷിണ സംഖ്യ 4. വിഷ്ണുവിന്റെയും ദേവിയുടെയും പ്രദക്ഷിണ സംഖ്യ 4. അയ്യപ്പന് പ്രദക്ഷിണം എത്ര പ്രാവശ്യമാണെന്ന് ചോദിച്ചാൽ 5 പ്രാവശ്യമാണ്. അയ്യപ്പന് പ്രദക്ഷിണം 5 പ്രാവശ്യമാണ്. സുബ്രഹ്മണ്യത്തിന്റെ പ്രദക്ഷിണ സംഖ്യ എന്ന് പറയുന്നത് 6. സുബ്രഹ്മണ്യത്തിന്റെ പ്രദക്ഷിണ സംഖ്യ 6. അരയാലിന് പ്രദക്ഷിണം ചെയ്യേണ്ടത് 7 തവണയാണ്. അരയാലിന് പ്രദക്ഷിണം ചെയ്യേണ്ടത് 7 തവണയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഈ പ്രദക്ഷിണം ചെയ്യേണ്ടത് ദേവന്റെ ഏതു വശത്തു കൂടി ആയിരിക്കണം എന്ന് ചോദിച്ചാൽ ദേവന്റെ വലതുവശത്തു കൂടി ആയിരിക്കണം. അതായത് പ്രദക്ഷിണം ചെയ്യേണ്ടത് ദേവന്റെ വലതുവശത്തു കൂടി ആയിരിക്കണം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തത് കുറച്ച് ധ്വജവാഹനങ്ങളെ പരിചയപ്പെടാം. ശിവന്റെ ധ്വജവാഹനം ചോദിച്ചാൽ നന്ദിയാണ്. നമുക്ക് നന്ദിയാണ്. ഓക്കെ, നന്ദിയാണ് എന്ന് മനസ്സിലാക്കുക. അയ്യപ്പന്റെ ധ്വജവാഹനം കുതിരയാണ്. അയ്യപ്പന്റെ ധ്വജവാഹനം ഏതാണ്? കുതിരയാണ്. ദേവിയുടെ ധ്വജവാഹനം സിംഹമാണ്. ദേവിയുടെ ധ്വജവാഹനം സിംഹമാണ്. വിഷ്ണുവിന്റെ ധ്വജവാഹനം ഗരുഡനാണ്. വിഷ്ണുവിന്റെ ധ്വജവാഹനം ഗരുഡനാണ്. സുബ്രഹ്മണ്യത്തിന്റെ ധ്വജവാഹനം കോഴിയാണ്. സുബ്രഹ്മണ്യത്തിൻ്റെത് കോഴിയാണ്. മഴക്കു വേണ്ടി ഇന്ദ്രനെ സ്മരിച്ചു നാട്ടുന്ന കൊടിമരത്തിന്റെ പേര് ആണ് ഇന്ദ്രധ്വജം. മഴക്കു വേണ്ടി ഇന്ദ്രനെ സ്മരിച്ചു നാട്ടുന്ന കൊടിമരത്തിന്റെ പേരാണ് ഇന്ദ്രധ്വജം എന്ന് പറയുന്നത്. ഇന്ദ്രധ്വജ പ്രതിഷ്ഠക്കുള്ള ശുഭമുഹൂർത്തം എന്ന് പറയുന്നത് ഭാദ്രമാസത്തിലെ ശുക്ല ദ്വാദശി നാളാണ് എന്ന് മനസ്സിലാക്കുക. അടുത്ത ധ്വജത്തിന് താഴെ പ്രതിഷ്ഠിക്കുന്നത് അഷ്ടദിക്പാലകന്മാരെയാണ്. ധ്വജത്തിന് താഴെ പ്രതിഷ്ഠിക്കുന്നത് അഷ്ടദിക്പാലകന്മാരെയാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത് പ്രധാന രാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. രാഗങ്ങൾ. ക്ഷേത്രങ്ങളിൽ പള്ളി ഉണർത്താൻ ഉപയോഗിക്കുന്ന രാഗമാണ് ഭൂപാള രാഗം. ക്ഷേത്രങ്ങളിൽ പള്ളി ഉണർത്താൻ ഉപയോഗിക്കുന്ന രാഗം ഭൂപാള രാഗമാണ്. ക്ഷേത്രങ്ങളിൽ ഉഷപൂജയ്ക്ക് ഉപയോഗിക്കുന്ന രാഗം മലയ മാരുതം എന്ന് പറയും. എന്താണ്? മലയ മാരുതം. എന്തിനാണ്? ഉഷപൂജയ്ക്ക് ഉപയോഗിക്കുന്ന രാഗമാണ് മലയ മാരുതം. അതുപോലെ ഉച്ചപൂജയ്ക്ക് ഉപയോഗിക്കുന്ന രാഗമാണ് മധ്യമാവതി. ഏതാണ്? മധ്യമാവതിയാണ് ഉച്ചപൂജയ്ക്ക് ഉപയോഗിക്കുന്നത്. ഉഷപൂജയ്ക്ക് മലയമാരുതം, ഉച്ചപൂജയ്ക്ക് മധ്യമാവതി. അതുപോലെ ക്ഷേത്രങ്ങളിൽ മധ്യാഹ്ന പൂജക്ക് ആലപിക്കുന്ന രാഗമാണ് ധനാശിയും അരബിയും. ധനാശിയും അരബിയും. ക്ഷേത്രങ്ങളിൽ മധ്യാഹ്ന പൂജക്ക് ആലപിക്കുന്ന രാഗം ധനാശി, അതുപോലെ അരബി എന്ന് മനസ്സിലാക്കുക. ക്ഷേത്രങ്ങളിൽ വൈകുന്നേരം ആലപിക്കുന്ന രാഗമാണ് ഭൂരിക്കല്യാണി. ഏതാണ്? ഭൂരിക്കല്യാണി എന്ന് പറയും. ക്ഷേത്രങ്ങളിൽ വൈകുന്നേരം ആലപിക്കുന്ന രാഗം ഭൂരിക്കല്യാണി. എന്നാൽ രാത്രിയിൽ ഉപയോഗിക്കുന്ന രാഗമാണ് ആനന്ദ ഭൈരവി. ഏതാണ്? ആനന്ദ ഭൈരവി. ക്ഷേത്രങ്ങളിൽ രാത്രിയിൽ ഉപയോഗിക്കുന്ന രാഗം ചോദിച്ചാൽ ആനന്ദ ഭൈരവിയാണ്. അതുപോലെ അഷ്ടദിക്പാലകന്മാരിൽ ഇന്ദ്രന് ഇഷ്ടപ്പെട്ട രാഗമാണ് കുഞ്ചരി. അഷ്ടദിക്പാലകന്മാരിൽ ഇന്ദ്രന് ഇഷ്ടപ്പെട്ട രാഗം കുഞ്ചരിയും അഗ്നിക്ക് ഇഷ്ടപ്പെട്ട രാഗം നാട്ടരാഗവുമാണ്. അഷ്ടദിക്പാലകന്മാരിൽ അഗ്നിക്ക് ഇഷ്ടപ്പെട്ട രാഗം നാട്ടരാഗം. അതുപോലെ അഷ്ടദിക്പാലകന്മാരിൽ യമന് ഇഷ്ടപ്പെട്ട രാഗം ദേശാക്ഷി രാഗമാണ്. ഏതാണ്? ദേശാക്ഷി രാഗം. അതുപോലെ അഷ്ടദിക്പാലകന്മാരിൽ നിര്യതിക്ക് ഇഷ്ടപ്പെട്ട രാഗമാണ് കുന്തള രാഗം. ഏതാണ്? കുന്തള രാഗം. എന്നാൽ വരുണന് ഇഷ്ടപ്പെട്ട രാഗം വരാളി രാഗമാണ്. വരുണന് വരാളി രാഗം.
അതുപോലെ വായുവിന് ഇഷ്ടപ്പെട്ട രാഗമാണ് മകുടാരാമഗിരി രാഗം. അതായത് മകുടാരാമഗിരി രാഗമാണ് വായുവിന് ഇഷ്ടപ്പെട്ടത്. സോമന് ഇഷ്ടപ്പെട്ടത് മാളവശ്രീ രാഗമാണ്. സോമന് അഷ്ടദിക്പാലകന്മാരിൽ സോമന് ഇഷ്ടപ്പെട്ടത് മാളവശ്രീ രാഗമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തത് ദേവന്മാരുടെ വാഹനം നമുക്ക് നോക്കാം. ഒന്നാമത് പരമശിവന്റെ വാഹനം ഏതാണ്? കാള അല്ലെങ്കിൽ ഋഷഭമാണ്. കാള അല്ലെങ്കിൽ ഋഷഭം. ഓക്കെ, ശിവന്റെ വാഹനം എന്തു പേരിൽ അറിയപ്പെടുന്നു എന്ന് വെച്ചാൽ നന്ദി. ഇവിടെ നമ്മളോട് ഒരാൾ സംശയം ചോദിച്ചിരുന്നു, രണ്ടും എന്താണ്, ശിവന് രണ്ട് വാഹനം ഉണ്ടോ? നിങ്ങൾ മനസ്സിലാക്കുക, രണ്ട് വാഹനമല്ല. ഈ കാള അല്ലെങ്കിൽ ഋഷഭത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് നന്ദി എന്ന്. നന്ദിദേവൻ എന്നാണ് നമ്മൾ ശിവന്റെ വാഹനമായ ഈ കാള അല്ലെങ്കിൽ ഋഷഭത്തെ നമ്മൾ വിളിക്കുന്നത്. നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും നന്ദിദേവന്റെ ഒരു പ്രതിഷ്ഠയാണ് അമ്പലങ്ങളിൽ പോയാൽ, അല്ലെ? അപ്പൊ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. പരമശിവന്റെ വാഹനവും ശിവന്റെ വാഹനവും കാള അല്ലെങ്കിൽ ഋഷഭം, അല്ലെങ്കിൽ അതിനെ പൊതുവായി നന്ദി എന്ന് വിളിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി മഹാവിഷ്ണുവിന്റെ വാഹനം ചോദിച്ചാൽ ഗരുഡനാണ്. ഗരുഡധ്വജം ഏത് രാജാക്കന്മാരുടെ അധികാര ചിഹ്നമായിരുന്നു? ഗുപ്ത രാജാക്കന്മാരുടെ അധികാര ചിഹ്നമായിരുന്നു ഗരുഡ ധ്വജം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ദൈവിക പക്ഷി എന്നും ഒക്കെ ഗരുഡൻ അറിയപ്പെടുന്നുണ്ട് എന്നുകൂടെ മനസ്സിലാക്കുക. ഇനി ദുർഗയുടെ വാഹനം സിംഹമാണ്. ശാസ്താവിന്റെ വാഹനം കുതിരയും പുലിയുമാണ്. എന്ന് മനസ്സിലാക്കുക. സുബ്രഹ്മണ്യന്റെ വാഹനം മയിലാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഗണപതിയുടെ വാഹനം ഏതാണ്? അത് ചുണ്ടലിയാണ്. ദത്താത്രേയന്റെ വാഹനം കാമധേനു. ഇന്ദ്രന്റെ വാഹനം ഐരാവതം. ഭൈരവന്റെ വാഹനം നായയാണ്. നായ. അതുപോലെ ബ്രഹ്മാവിന്റെ വാഹനം ഹംസം. വരുണദേവൻ, ഗംഗ എന്നിവരുടെ വാഹനം മത്സ്യമാണ്. അതുപോലെ ഗംഗ എന്നിവരുടെ വാഹനം മത്സ്യമാണ്. ഭദ്രകാളിയുടെ വാഹനം, അതായത് ഭദ്രകാളിയുടെ വാഹനം ഏതാണ്? വേതാളമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി സപ്തമാതൃക്കളിൽ വരാഹിയുടെ വാഹനം മഹിഷവും. സപ്തമാതൃക്കളിൽ ഇന്ദ്രാണിയുടെ വാഹനം ഐരാവതവുമാണ്. സപ്തമാതൃക്കളിൽ വൈഷ്ണവിയുടെ വാഹനം ഗരുഡനാണ്. സപ്തമാതൃക്കളിൽ മഹേശ്വരിയുടെ വാഹനം മയൂരമാണ്. ഏതാണ്? മയൂരം. സപ്തമാതൃക്കളിൽ മഹേശ്വരിയുടെ വാഹനം മയൂരമാണ്. സപ്തമാതൃക്കളിൽ ബ്രാഹ്മിയുടെ വാഹനം ഹംസമാണ്. ഏതാണ്? ഹംസമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ വാഹനങ്ങൾ കൃത്യമായി തന്നെ പഠിച്ചു പോവുക. അടുത്ത ആയുധമാണ് നമ്മൾ നോക്കുന്നത്. വാമനന്റെ ആയുധം എന്താണ്? കുടയാണ്. ശ്രീരാമന്റെ ആയുധം കോദണ്ഡം അല്ലെങ്കിൽ വില്ല്. ബലരാമന്റെ ആയുധം കലപ്പയാണ്. കലപ്പ. അതുപോലെ പരശുരാമനാണെങ്കിലോ മഴുവാണ്. പരശുരാമന്റെ ആയുധം മഴുവാണ്. കൽക്കിയുടെ ആയുധം വാളാണ് എന്ന് മനസ്സിലാക്കുക. ഇനി കുറച്ച് കൃതികളും കർത്താക്കളും നമുക്ക് പരിചയപ്പെടാം. മുകുന്ദമാല എഴുതിയത് കുലശേഖരനാണ്. കുലശേഖരൻ. ലീലാവതി ഭാസ്കരാചാര്യർ. ന്യായദർശനം ഗൗതമ മഹർഷി. അഷ്ടാംഗ ഹൃദയം ബാഗ്ബടാനന്ദൻ. നാട്യശാസ്ത്രം ഭരതമുനി. അതുപോലെ വൈശേഷിക ദർശനം കണാദൻ. കാദംബരി ബാണഭട്ടൻ. ഹർഷചരിതം ബാണഭട്ടൻ. മൃച്ഛകടികം ശുദ്രകൻ. ഉത്തര രാമചരിത്രം ഭവഭൂതി. മുദ്രരാക്ഷസം വിശാഖദത്തൻ. രസഗംഗാധരം ജഗന്നാഥൻ. രാമായണം ചമ്പു ഭോജനാണ് എഴുതിയിരിക്കുന്നത്. നളചമ്പു ത്രിവിക്രമനും ഭാരത ചമ്പു അനന്തഭട്ടനും എഴുതിയിരിക്കുന്നു. ദേവീശതകം ആനന്ദവർദ്ധൻ. സൂര്യശതകം മയൂരഭട്ടൻ. സ്വരാർണവം നാരദൻ. ഉത്തരമീമാംസ കണാദമുനി. ഗണിതസാര സംഗ്രഹം മഹാവീരൻ എന്നിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്ത്രസമുച്ചയം ചൈനാസ് നാരായണൻ നമ്പൂതിരിയാണ് എന്ന് മനസ്സിലാക്കണേ. അതുപോലെ പഞ്ചതന്ത്രം വിഷ്ണു ശർമ്മനാണ് എഴുതിയിരിക്കുന്നത്. ശതകത്രയം ഭർതൃഹരി. കഥാസാരിത് സാഗരം സോമനാഥ ഭട്ടൻ. സംഖ്യാദർശനം കപിലമുനി. സംഖ്യാശാസ്ത്രം കപിലൻ എന്നിങ്ങനെ മനസ്സിലാക്കുക. അതുപോലെ രഘുവംശത്തിന്റെ കർത്താവാരാണ്? കാളിദാസൻ. കാളിദാസൻ. മേഘദൂതം കാളിദാസൻ. പഞ്ചതന്ത്രം വിഷ്ണു ശർമ്മൻ. ഹിതോപദേശം നാരായണ കവി. ഗീതാഗോവിന്ദം ജയദേവൻ. ബുദ്ധചരിതം രചിച്ചത് അശ്വഘോഷൻ. മാലതി മാധവൻ രചിച്ചത് ഭാവഭൂതിയാണ്. ഭാവഭൂതി. ഹരിവിജയം രചിച്ചത് രത്നാകരനാണ്. അതുപോലെ പെരുമാൾ തിരുമൊഴി എഴുതിയത് കുലശേഖര ആൾവാറാണ്. മുകുന്ദമാല കുലശേഖര ആൾവാർ.
അതുപോലെ മലയാള സാഹിത്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് തുഞ്ചത്ത് എഴുത്തച്ഛൻ. നാരായണീയം എഴുതിയതാരാണ്? മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. അതുപോലെ ജ്ഞാനപ്പാന എഴുതിയത് പൂന്താനം നമ്പൂതിരി. ഗീതാഗോവിന്ദത്തിന്റെ കർത്താവ് ജയദേവനാണ്. ജയദേവൻ. ഓക്കെ, അടുത്തത് പരശുരാമൻ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന 5 അയ്യപ്പ ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ്? പരശുരാമൻ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന 5 അയ്യപ്പ ക്ഷേത്രങ്ങളാണ് കുളത്തൂപ്പുഴ, ആര്യൻകാവ്, അച്ചൻകോവിൽ, ശബരിമല, പൊന്നമ്പലമേട്. കുളത്തൂപ്പുഴ, ആര്യൻകാവ്, അച്ചൻകോവിൽ, ശബരിമല, പൊന്നമ്പലമേട് എന്നിവ. ഈ ഇവിടുത്തെ വിഗ്രഹങ്ങൾ, ഈ 5 അമ്പലങ്ങളുടെയും പ്രത്യേകത നോക്കാം. കുളത്തൂപ്പുഴയിൽ ബാലക രൂപത്തിലാണ് അയ്യപ്പനുള്ളത്. ഏതാണ്? ബാലക രൂപത്തിലാണ് കുളത്തൂപ്പുഴയിൽ അയ്യപ്പനുള്ളത് എന്ന് മനസ്സിലാക്കുക. ആര്യൻകാവിലേക്ക് വരുമ്പോൾ ബ്രഹ്മചാരിയായി മാറും. ആര്യൻകാവിലെ വിഗ്രഹത്തിന്റെ പ്രത്യേകത ബ്രഹ്മചാരിയായിട്ടാണ് അവിടെ കുടികൊള്ളുന്നത് എന്നാണ്. അച്ചൻകോവിലാണെങ്കിൽ ഗ്രഹസ്ഥനായിട്ടാണ്. അച്ചൻകോവിലില് ഗ്രഹസ്ഥനായിട്ടും ശബരിമലയിൽ വാനപ്രസ്ഥം അല്ലെങ്കിൽ യോഗിയായിട്ടുമാണ്. അവിടെയാണ് ശബരിമലയിൽ യോഗിയല്ല, വാനപ്രസ്ഥത്തിലാണ് ശബരിമലയിൽ. പൊന്നമ്പലമേട്ടിലാണ് യോഗിയായിട്ട് സ്ഥിതി ചെയ്യുന്നത്. പൊന്നമ്പലമേട്ടിൽ യോഗി. കുളത്തൂപ്പുഴയിൽ ബാലകനായ അയ്യപ്പനും, ആര്യൻകാവിൽ ബ്രഹ്മചാരിയായ അയ്യപ്പനും, അച്ചൻകോവിൽ ഗ്രഹസ്ഥനായ അയ്യപ്പനും, ശബരിമലയിൽ വാനപ്രസ്ഥത്തിലിരിക്കുന്ന അയ്യപ്പനും, പൊന്നമ്പലമേട്ടിൽ യോഗി രൂപത്തിലിരിക്കുന്ന അയ്യപ്പനും വിഗ്രഹവുമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അയ്യപ്പന്റെ മാതാപിതാക്കൾ ശിവനും മോഹിനിയുമാണ്. മോഹിനി എന്ന് പറയുന്നത് വിഷ്ണു രൂപം, സ്ത്രീ രൂപം കെട്ടിയതാണെന്ന് മനസ്സിലാക്കുക. ശിവനും മോഹിനിയുമാണ് അയ്യപ്പന്റെ മാതാപിതാക്കൾ എന്ന് പറയുന്നത്. അടുത്ത മകരവിളക്ക് പ്രത്യക്ഷപ്പെടുന്ന ദിവസം ചോദിച്ചാൽ അത് മകരസംക്രാന്തിയാണ്. മകരവിളക്ക് പ്രത്യക്ഷപ്പെടുന്ന ദിവസം മകരസംക്രാന്തിയാണ്. അയ്യപ്പന്റെ ചെറുപ്പത്തിലെ പേര് ചോദിച്ചാൽ മണികണ്ഠൻ എന്നാണ്. അയ്യപ്പന്റെ ചെറുപ്പത്തിലെ പേര് മണികണ്ഠൻ. ശബരിമലയിലെ പടികളുടെ എണ്ണം 18. ശബരിമലയിലെ എത്രയാണ്? 18 പടികളാണ് എന്ന് മനസ്സിലാക്കുക. ഇനി കേരളത്തിൽ ഏറ്റവും വലിപ്പമുള്ള ക്ഷേത്ര ഗോപുരമുള്ള ക്ഷേത്രം ചോദിച്ചാൽ അത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. കേരളത്തിൽ ഏറ്റവും വലിപ്പമുള്ള ക്ഷേത്ര ഗോപുരമുള്ള ക്ഷേത്രം എന്ന് പറയുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. മറ്റൊന്ന് സ്ത്രീ കണ്ട ഈശ്വരൻ എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ശ്രീകണ്ഠേശ്വരം. സ്ത്രീ കണ്ട ഈശ്വരൻ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രമാണ്. അതുപോലെ 12 കളവമുള്ള അമ്പലമാണ് അമ്പലപ്പുഴ. 12 കളവമുള്ള അമ്പലം അമ്പലപ്പുഴയാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ കള്ളും മത്സ്യവും ഒരുപോലെ നിവേദിക്കുന്ന ക്ഷേത്രമാണ് പറശ്ശിനി ശ്രീ മുത്തപ്പൻ ക്ഷേത്രം. കള്ളും മത്സ്യവും ഒരുപോലെ നിവേദിക്കുന്ന ക്ഷേത്രം പറശ്ശിനി ശ്രീ മുത്തപ്പൻ ക്ഷേത്രം. കേരളത്തിൽ മണിയടിച്ച് പൂജ നടത്താത്ത ക്ഷേത്രം ഏതാണ്? ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രമാണ്. കേരളത്തിൽ മണിയടിച്ച് പൂജ നടത്താത്ത ക്ഷേത്രമാണ് ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രം. അതുപോലെ 5 സംശയങ്ങൾ നിലനിൽക്കുന്ന ക്ഷേത്രമാണ് പഴയന്നൂർ ഭഗവതി ക്ഷേത്രം. 5 സംശയങ്ങൾ നിലനിൽക്കുന്ന ക്ഷേത്രം പഴയന്നൂർ ഭഗവതി ക്ഷേത്രം. ഇനി പാണ്ഡവ ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തൃപ്പാട്ട് പാണ്ഡവ ക്ഷേത്രമാണ്, തൃപ്പുലിയൂർ പാണ്ഡവ ക്ഷേത്രമാണ്, തിരുവണ്ടൂർ പാണ്ഡവ ക്ഷേത്രമാണ്, തിരുവാറന്മുള പാണ്ഡവ ക്ഷേത്രമാണ്, തൃക്കൊടിത്താനം പാണ്ഡവ ക്ഷേത്രമാണ്. അതായത് 5ഓളം പാണ്ഡവ ക്ഷേത്രങ്ങൾ തൃപ്പാട്ട്, തൃപ്പുലിയൂർ, തിരുവണ്ടൂർ, തിരുവാറന്മുള, തൃക്കൊടിത്താനം എന്നിവ പാണ്ഡവ ക്ഷേത്രങ്ങളാണ്. ഇനി പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ശാസ്താക്ഷേത്രം ചോദിച്ചാൽ ഉത്തരം ശബരിമലയാണ്. പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ശാസ്താക്ഷേത്രം ഏതാണ്? അത് ശബരിമലയാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന് കുളത്തൂപ്പുഴ ക്ഷേത്രം നിർമ്മിച്ചതാരാണ്? പന്തളം രാജാവാണ്. കുളത്തൂപ്പുഴ ക്ഷേത്രം നിർമ്മിച്ചത് പന്തളം രാജാവാണ് എന്ന് മനസ്സിലാക്കുക. ആരാണ്? പന്തളം രാജാവ്. എന്നാൽ ദക്ഷിണ പഴനി എന്നറിയപ്പെടുന്നത് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. ദക്ഷിണ പഴനി എന്നറിയപ്പെടുന്നത് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്ന് മനസ്സിലാക്കുക. പാവനഗംഗ എന്നറിയപ്പെടുന്നത് സൗപർണിക തീർത്ഥമാണ്. പാവനഗംഗ എന്നറിയപ്പെടുന്നത് സൗപർണിക തീർത്ഥമാണ് എന്ന് മനസ്സിലാക്കുക. ഹരിനാമ കീർത്തനം ആരാണ് എഴുതിയത്? അത് എഴുത്തച്ഛനാണ്. ഹരിനാമ കീർത്തനം എഴുതിയത് എഴുത്തച്ഛൻ ആണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത് ശ്രീരാമനാൽ പ്രതിഷ്ഠിതമെന്ന് വിശ്വസിക്കുന്ന ഏക സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് പെരളശ്ശേരി. കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി ക്ഷേത്രമാണ് ശ്രീരാമനാൽ പ്രതിഷ്ഠിതമെന്ന് വിശ്വസിക്കുന്ന ഏക സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. എവിടെയാണ്? പെരളശ്ശേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ദക്ഷയാഗ ഭൂമി എന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രമാണ് കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. ദക്ഷയാഗ ഭൂമി എന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രമാണ് കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു രണ്ടാമത്തെ മാരത്തോണിൽ നമ്മൾ വളരെയധികം പ്രധാനപ്പെട്ട ഒട്ടനവധി ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മൾ വൈകുന്നേരത്തോടു കൂടി മറ്റൊരു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ തന്നെ മാരത്തോൺ 3 നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ വൈകുന്നേരത്തോടെ ആ ഒരു വീഡിയോ കൂടി നിങ്ങളിലേക്ക് എത്തും. അപ്പൊ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക? പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് മുന്നോട്ട് പോവുക. അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് 124 LDC വേക്കൻസികൾ നിലവിലുണ്ട്. അത് കൂടും. കൂടാതെ തന്നെ നമ്മുടെ കൂടൽമാണിക്യം, അതുപോലെ കൊച്ചിൻ ദേവസ്വം,
കൊച്ചിൻ ദേവസ്വം, മലബാർ, പിന്നെ തിരുവിതാംകൂറിന്റെ LDC അല്ലാതെയുള്ള കുറച്ചധികം നോട്ടിഫിക്കേഷൻ, ഇതെല്ലാം കൂടി എന്താണ് ഈ മാസം അവസാനത്തോടു കൂടി നോട്ടിഫിക്കേഷൻ വിജ്ഞാപനം വരുമെന്നാണ് നമ്മൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഈ മാസം അവസാനത്തോടു കൂടി ഏറ്റവും പുതിയ ദേവസ്വം ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ മുന്നിലെത്തും. പിന്നീട് 3-4 മാസങ്ങൾക്കകം പരീക്ഷയും നമ്മുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോകുന്നുണ്ട്. കാരണം LDCക്കൊക്കെ നിലവിൽ 124ഓളം വേക്കൻസികൾ കിടക്കുകയാണ് തിരുവിതാംകൂറിൽ. തിരുവിതാംകൂറിന്റെ LDC അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസറായിട്ടാണ് നിയമനം ലഭിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ആണ്. ഇതിന് DCA വേണോ വേണ്ടയോ എന്നതിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക. എന്നിരുന്നാലും നല്ല രീതിയിൽ തയ്യാറെടുപ്പ് നടത്തിയാൽ വളരെ ഈസിയായി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷ തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. നമുക്ക് കൃത്യമായിട്ട് ഇപ്പം അതിനെക്കുറിച്ച് നമുക്ക് നല്ല രീതിയിലുള്ള ധാരണ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ പഠിക്കണം എന്ന കാര്യത്തിൽ നമുക്ക് കൃത്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് നമ്മൾ ജൂലൈ 16-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ജൂലൈ 16 മുതൽ നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ വിശദാംശങ്ങളുമായി മറ്റൊരു വീഡിയോ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതിനെത്രയാണ് ഫീസ് വെക്കുന്നത്, എങ്ങനെയാണ് ആപ്പ് വഴിയാണോ ടെലഗ്രാം ചാനൽ വഴിയാണോ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്, എല്ലാത്തിനും ക്ലാസ് എടുക്കുന്നത് ആരൊക്കെയാണ് എന്നതിന്റെ ഏറ്റവും വിശദമായ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. പിന്നെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, വീണ്ടും കാണാം. ബൈ.